പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് പാഷൻ? ഈ പാഷൻ എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒന്നിനോട് ഇഷ്ടമുണ്ടാവും. പക്ഷെ വെറുതെ ഒരു ഇഷ്ടം പോരാ. ഞാൻ എന്ത് കഷ്ടപ്പെട്ടും എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പിന്നാലെ പോകാൻ എനിക്ക് ഏതിനോടാണോ താല്പര്യം, അതാണ് എൻ്റെ പാഷൻ. നമുക്ക് പലതിനോട് ഇഷ്ടമുണ്ടാകും. പക്ഷേ പല ഇഷ്ടങ്ങൾക്കും കഷ്ടപ്പെട്ടൊന്നും ആ ഇഷ്ടത്തിലേക്ക് നേടാനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ടാകില്ല. പക്ഷേ കഷ്ടപ്പെട്ടാലും എന്ത് ചെയ്താലും എനിക്കതാവണം ഒരു ഇഷ്ടമുള്ള സാധനമാണ് നമ്മുടെ പാഷൻ. ഞാനത് വേണമെങ്കിൽ ഒരു സാധാരണ ഒരു നാടൻ ഭാഷയിലൊരു കഥ പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപക്ഷെ ഒത്തിരി പേര് കാമുകന്മാരുണ്ടാവും. അപ്പോൾ ഈ കാമുകന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ്, ഈ ഒരാണെന്ന് പറയുന്നയാൾ ഒരുപക്ഷെ സമൂഹത്തിൽ ആരുമായും ബന്ധമില്ലാതെ, അയൽവാസികളൊന്നും ഒരു വർത്തമാനവും പറയാതെ, കൂട്ടുകാരൊന്നുമില്ലാതെ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരുത്തനായിരിക്കും. ആർക്കും അവനോടൊരു താല്പര്യം ഉണ്ടാകില്ല. പക്ഷേ അവനൊരു കാമുകി ഉണ്ടെന്നിരിക്കട്ടെ, ആ കാമുകിയോട് അവനെക്കുറിച്ചും ചോദിച്ചാൽ അവൾ എന്ത് പറയുന്ന അറിയോ? ഇത്രയും നല്ല മനുഷ്യൻ, ഇത്രയും നല്ല പുരുഷൻ എന്നൊക്കെ പറഞ്ഞ് അവനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് തിരിച്ചും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും മൂശാട്ട പെണ്ണുങ്ങളെന്ന് പറയും. ഒരാൾക്കാരോടും മിണ്ടിയല്ല, ചിരിക്കുകയില്ല, ഒരു ബന്ധവും ഇല്ലാത്ത ചില പെണ്ണുങ്ങളുണ്ട്. ആ പെൺകുട്ടികൾക്കും ചില കാമുകന്മാരുണ്ടാവും. ആ കാമുകനോട് അവളെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയും? ഏക്ക് ലടിക്കിക്കോ ദേക്കാത്ത ഐസലേഖ പാടുവൻ. അത് ആ കാമുകന്മാരുടെ ഹൃദയത്തിനുള്ളിൽ ഒരു ഇഷ്ടമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. ആ ശക്തമായ സ്നേഹത്തിനപ്പുറത്തൊരു തീഷ്ണത കൂടി വരുന്നതിനെയാണ് നമ്മൾ പാഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു കഥ കൂടി പറയാം. നോർത്ത് ഇന്ത്യയിൽ നമ്മുടെയൊക്കെ നാട്ടിൽ തൊട്ടിൽ കെട്ടുന്നത് ഒരു വലിയ നല്ല റൂമിൻ്റെ അകത്താണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ അവരെല്ലാവരും മരച്ചില്ലകളിലാണ് തൊട്ടിൽ കെട്ടുന്നത്. അപ്പോൾ ആ ഗ്രാമത്തിലെ ഒരു മരച്ചില്ലയിൽ കെട്ടിയിരുന്ന തൊട്ടിൽ നിന്ന് ഒരു കുഞ്ഞിനെ ഒരു കഴുകൻ കൊത്തിപ്പറക്കുകയാണ്. അപ്പോൾ ആ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാർ നോക്കുമ്പോൾ ആ കഴുകൻ ആ ഗ്രാമത്തിൻ്റെ അറ്റത്തുള്ള മലയിൽ കൊണ്ടുപോയി വെച്ചത് എല്ലാവർക്കും കാണാം. ആ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരും ആ മലയിലേക്ക് വലിഞ്ഞു കയറുകയാണ്. പക്ഷേ ആർക്കും മുകളിലെത്താൻ പറ്റുന്നില്ല. ചെറുപ്പക്കാരെ കുറേ പകുതി ദൂരം കയറി അതിനും അപ്പുറം എത്തിയിട്ടും അവർക്ക് ആർക്കും എത്താൻ പറ്റുന്നില്ല. പക്ഷേ അപ്പോഴാണ് ഗ്രാമം കാണുന്നത് ഒരു സ്ത്രീ ആ മലയുടെ മുകളിലെത്തിയിട്ട് ഒരു കരിങ്കലിൻ്റെ ചീലെടുത്ത് കഴുകനെ എറിഞ്ഞോടിച്ചിട്ട് തൻ്റെ പെറ്റ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് തിരിച്ചിറങ്ങുന്നത്. ആ സ്ത്രീ ആ നാട്ടിലുള്ളവരിൽ ഏറ്റവും ആരോഗ്യവതിയായതുകൊണ്ടല്ല, ആ സ്ത്രീ മല കയറാൻ പഠിച്ച ആളായതുകൊണ്ടുമല്ല, പക്ഷേ മുകളിലിരുന്നത് അവളുടെ ജീവനായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്തിനോടാണോ നിങ്ങൾക്ക് അങ്ങനത്തെ ജീവനുള്ളത്, അതാണ് നിങ്ങളുടെ പാഷൻ. ആ പാഷൻ്റെ പിന്നാലെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഏത് മലയും കീഴടക്കും, ഒരു സംശയമില്ല.